ഞാനല്ലേ ആങ്കർ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇല്ല, നാണം കെടുത്തി. അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ആരും ഈ ഒരു പണം ആഗ്രഹിക്കില്ല. അങ്ങനെ 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. 2 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇതൊക്കെ എന്ത്? എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല എന്ന ധൈര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ലുക്കിലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഗൗരി. സ്ഥലം എവിടെ? കഴക്കൂട്ടം. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ മോണ്ടിസോറി TTC കഴിഞ്ഞു. അവന്തിക. സ്ഥലം എവിടെ? കഴക്കൂട്ടം. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. +1. രശ്മി. സ്ഥലം മംഗലാപുരം. +2 കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടി. നാളെയല്ലേ റിസൾട്ട് വരുന്നത്? വെരി ഗുഡ്, ആശംസകൾ. എൻ്റെ പേര് നന്ദന. സ്ഥലം മംഗലാപുരം. ഞാനിപ്പോൾ BTech കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ഇഞ്ചോടിഞ്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് കേട്ടിട്ടുണ്ടോ പ്രോഗ്രാം? ഇല്ല, നാണം കെടുത്തി. അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അപ്പോൾ ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. 10 കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. രസകരമായ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പറയാൻ പറ്റില്ലെങ്കിൽ പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റും. ആ ഒരു ലോജിക്ക് മനസ്സിലാകുമ്പോൾ 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക. ആർക്കാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയാൻ പറ്റുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. ഇത്രയേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ്? കുടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇല ഉണ്ട്, ഏതാണ്? വെറ്റില അല്ല, അത് കഴിക്കാൻ ഉപയോഗിക്കുന്നത്, കുടിക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലത്തെ ഇലകൾ പറയൂ, അറപ്പില്ലാതെ പറയൂ. തേയില. ആൻസർ കിട്ടി, നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്നും ആരും അങ്ങനെ പറയാറില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കടയിൽ കിട്ടാത്ത മാവ് ഏതാണ്? ആത്മാവ്. മനസ്സിലായി. 2 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും ആഗ്രഹിക്കാത്തൊരു പണമുണ്ട്, ഏതാണ് ആ പണം? ആരും ആഗ്രഹിക്കാത്തൊരു പണം. ആരും ഈ ഒരു പണം ആഗ്രഹിക്കില്ല. അങ്ങനെ അറിയാൻ ചാൻസ് കുറവാണ്. ഇവയുടെ കേട്ടിട്ടുണ്ടോയെന്ന് അറിയാൻ വയ്യ. ആരോപണം. ഇവിടെയാണോ പറഞ്ഞത്? ഇവിടെ നിന്ന് പാസ് ചെയ്ത. പക്ഷെ പറഞ്ഞ ആൾക്ക് ഞാൻ കൊടുക്കും. വാ തുറന്ന് പറയാൻ പഠിക്കണം ആദ്യം. അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. തരില്ല നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും ഇഷ്ടപ്പെടാത്ത ദേശം ഇപ്പോൾ പറയും. ഉപദേശം. 4 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. പെട്ടെന്ന് സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഗോവ. അപ്പൊ അറിയാം. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ? സ്ക്രൂ ഡ്രൈവർ. തോപ്പിക്കുന്നു. 2 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇതൊക്കെ എന്ത്? അടുത്ത ക്വസ്റ്റ്യൻ. വെട്ടും തോറും നീളം കൂടുന്നതുണ്ട്, വഴി. ഇത് ഇവിടെ ആദ്യം പറഞ്ഞു അല്ലേ? വഴി പറഞ്ഞെങ്കിൽ നിർത്തി ചിരിച്ച് തീർന്നു. ആൻസർ പറഞ്ഞ് തീർന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും യാത്ര ചെയ്യാത്ത ബസ്? സിലബസ്. 5 ക്വസ്റ്റ്യനായല്ലേ? എന്നെ തോപ്പിക്കാൻ ആരുമില്ല. ഞാൻ 5 പറഞ്ഞു ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ ആരും ജയിക്കത്തില്ലല്ലേ? ആർക്കും എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല എന്ന ധൈര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ലുക്കിലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു. പാടത്തില്ല? എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പാട്ട് പാടുമോ ലാസ്റ്റ്? ശ്രമിച്ചു നോക്കാം അല്ലേ, ലിറിക്സ് ഒക്കെ എടുത്ത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല. വെള്ളം. എന്ത് വെള്ളം? പച്ചവെള്ളം. കറക്റ്റ്. അതങ്ങനെ വെള്ളം ആദ്യം പറയാനുള്ള കാര്യം എന്തോ അങ്ങ് പറഞ്ഞുപോയി. ശ്രീകണ്ഠൻ ആൻസർ പറഞ്ഞു കൊടുത്തോന്നൊരു സംശയം ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. എപ്പോഴും ചെവിയിൽ കാൽ വെച്ചിരിക്കുന്നത് ആര്? കണ്ണാടി. ഓ, ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് വേണ്ട, ഞാനും ആൻസർ പറഞ്ഞു. അപ്പോൾ 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് എന്തായിരുന്നു പേര്? ഗൗരി. അപ്പോൾ 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയ് ഗൗരിയാണ്. അപ്പോൾ ഗൗരിക്ക് വേണ്ടി ഗൗരിയും കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊരു പാട്ട് പാടുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് സമ്മാനം നൽകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയ ഗൗരിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട്.
വേണ്ടേ? വേണം. പിന്നെ ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. ഐശ്വര്യമായി വേണ്ടത് ക്ലാപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.